ഷുഗർ കട്ടാണ്, എല്ലാവരും ഷുഗർ കട്ടാണ്. മടിയും ഉണ്ട് എല്ലാവർക്കും. ബ്രെഡിനൊക്കെ പുക വരുന്നു. ആയ നോക്കി, സോഫ്റ്റ് ആയ നോക്കി, നല്ലപോലെ സോഫ്റ്റ് ആയി. ഏത് പ്ലേറ്റാണ്? രണ്ട് സെയിം തണുക്കും. ഇന്നെൻ്റെ ജാക്കറ്റാണോ? അതിൻ്റെ ഇന്നലെ ആണോ? രാവിലെ എണിച്ചൊന്ന് സ്റ്റീം എടുക്കും, കളയാനുള്ളതാവും. മുട്ട വാങ്ങാനോ? അപ്പൊ വേറെ ഒരു ലോകം മേടിച്ചു തരാ നമ്മളല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചാൽ അത് വരണേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബ്രെഡ് ബട്ടറൊന്നുമില്ല. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നുമില്ല, വാങ്ങിയിരിക്കും. മറ്റേ ബിസ്ക്കറ്റ് വേണോ? ഞാൻ തന്നെ കഴിക്കാനാ. ഞാൻ തന്നെ അത് കഴിക്കാനാ. ആ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല. കൊണ്ടുപോകുന്നോ? പോകുന്ന കഴിക്കാൻ ഇടയ്ക്ക് ഓരോന്ന് എടുത്ത് കഴിച്ചത്. പെർഫ്യൂമിന്റെ ഇതൊക്കെ അടച്ചു വെച്ചാർന്നോ? എല്ലാത്തിനും ടേപ്പൊക്കെ ഒട്ടിച്ചല്ലേ? അലന് ഒത്തിരി ഇഷ്ടപ്പെട്ടു മമ്മിയുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്ത. ജോർജ് മമ്മിക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾ വന്നത്. മമ്മി എത്ര പീസ് ബ്രെഡ് എടുത്തത്? അല്ല, മൊത്തം എത്ര എടുത്തത്? 5 എണ്ണം. അന്ന് 5 എണ്ണം ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ നേടി കൊടുക്കും. എനിക്കില്ലേ അങ്ങനെയല്ല, കാലൊക്കെ തണുക്കുന്നില്ല, പനി വീടാം. രണ്ടു ദിവസം കൂടി പനി അതുകൊണ്ട് കയറി കേട്ടോ. ഞാൻ റെസ്റ്റ് തന്നു. ആരണ്ടൊക്കെ ഓർക്കുന്നുണ്ട്. ചേട്ടൻ രാവിലെ തന്നെ മെസ്സേജ് ഇട്ടുണ്ട്, വെൽക്കം ബാക്ക് ഷീലാവുന്നു. പോയില്ലായിരുന്നു. എയർപോർട്ട് സെന്റർ സെൽഫി എടുക്കാൻ പറഞ്ഞേ. കാപ്പി ഭയങ്കര ചൂടാണ്, ആട്ടണം. ഞാൻ എനിക്ക് വേണ്ടി ആട്ടേണ്ടി വരുമോ?
പേടിച്ച് പുകയൊക്കെ വരുന്നു. ഇനി കുറച്ച് രാജ്യങ്ങളോട് കവർ ചെയ്താൽ ഫുൾ വേൾഡ് കംപ്ലീറ്റ് ആവും. ന്യൂസിലാൻഡില് ജസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവാണ്. ന്യൂസിലൻഡ്, സിംഗപ്പൂർ, ജപ്പാൻ. യൂറോപ്പിലേക്ക് എങ്ങനെ കടക്കും? കാനഡയുടെ വിഷയം കൊണ്ട് പറ്റും, പക്ഷെ അതിനു മുമ്പ് നോക്കാം. സ്വിറ്റ്സർലൻഡ് നല്ല സ്ഥലം. എൻ്റെ കൂടെ പഠിച്ച റാണിയമ്മയല്ലേ. ആഹാ, ഇപ്പാണോ? അവളുടെ കേക്ക് സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ പറ്റുമോ പറഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ റാണിയമ്മയോട് പറ സ്വിറ്റ്സർലൻഡ് കാണാൻ ചെറിയ ആഗ്രഹമുണ്ട്. ഒരു 1 വീക്ക് ട്രിപ്പോ. ഞാനും റാണിയമ്മയ്ക്ക് കസ്തൂർബയുടെ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഒരു ഫോട്ടോ ഉണ്ട്. കസ്തൂർബ ഉണ്ടായിരുന്നത്. കുറേ മരങ്ങളുണ്ടല്ലോ കസ്തൂർബ ഹോസ്പിറ്റലിൽ. ഇൻഫെക്ഷ്യസ് ഡിസീസ് ഹോസ്പിറ്റലായതുകൊണ്ട് എല്ലാ ടൈപ്പ് മരങ്ങളും ഉണ്ട്. ചമ്പകം മുതൽ ഒരു മരം ഇങ്ങനെ ചാഞ്ഞിങ്ങനെ നടക്കും. ഞങ്ങൾ കയറി എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്താന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ്, ഒരു കൊച്ചിൻ്റെ അടുത്ത്. ജോറിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളോട്. ക്യാമറ അത് ആരുടെങ്കിലും കസിൻസിൻ്റെ അടുത്തൊന്നും ബോറോ ചെയ്യില്ല, സ്വന്തമായിട്ട് വേണ്ടല്ലോ. റാണിയമ്മ കല്യാണം കഴിച്ചേക്കണ ബാംഗ്ലൂരുകാരനെ, ബാലേഷോ? ഒരു ഡോക്ടറാണ്. ഞങ്ങളുടെ അവിടെ പഠിച്ചു, ഞങ്ങളുടെ അവിടെ ജോലി ചെയ്തിരുന്ന ഡോക്ടറായിട്ട്. ഞാനും ബാലേഷും ഭയങ്കര അടിയായിരുന്നു. എന്ത് പറഞ്ഞാലും അടിയായിരുന്നു. ചുമ്മാ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി. ഞാൻ പറ്റുമായിരുന്നു ഡോക്ടേഴ്സിന്. ഒരു ഡോക്ടർ വലിയ ഗമയിലായിരുന്നു കേട്ടോ. അവന് പുള്ളി നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ഇത് ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു മെഡിസിൻ ഇത്ര ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. പുള്ളി അത് എഴുതിയില്ല, പക്ഷെ ഞങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഒരു ക്ലോറോക്വിൻ. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ ഡിസ്കണ്ടിന്യൂ എഴുതാത്തത്? ഞങ്ങളപ്പോൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിച്ചു. ഡിസ്കണ്ടിന്യൂ എഴുതാതെ ഞങ്ങൾക്ക് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വെറ്റ് വയ്ക്കാമോ എന്ന് ചോദിച്ചു. അന്ന് 5 സ്റ്റാറൊക്കെ വെറ്റ് വയ്ക്കും. ഞാൻ പറഞ്ഞു വെറ്റ് വയ്ക്കാം, 5 സ്റ്റാർ വെറ്റ് വയ്ക്കും. ഞാൻ തോറ്റാൽ 5 സ്റ്റാർ അങ്ങോട്ട് മേടിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 5 സ്റ്റാർ എനിക്ക് ഇങ്ങോട്ട് മേടിച്ചു തരാം. പേഷ്യൻറ്റിൻ്റെ പേപ്പർ എടുത്തുകൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു. എന്നിട്ട് എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വന്നപ്പോൾ 5 സ്റ്റാർ കൊണ്ടുവന്നു. ഞാനങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ വേറെ ഒരു പീഡിയാട്രിക് ഡോക്ടർ ഉണ്ടായിരുന്നു. അവനെ പറഞ്ഞ കാര്യം എനിക്ക് മാത്രം IV ഇടാനറിയാവുള്ളൂ എന്നുള്ള പാവത്തിലാണ് പുള്ളി നടക്കുന്നത്. അപ്പോൾ കൊച്ച് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷനിൽ വന്നു, ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാഷ്വാലിറ്റി നിന്നു.
അവിടുന്ന് കുത്തിയിട്ട് ഇങ്ങോട്ട് വന്ന് പേഷ്യൻറ്റിനെ കട്ടിലേക്ക് എടുത്ത് കിടത്തിയപ്പോഴത്തേക്കും അതങ്ങോട്ട് ഇതായിപ്പോയി. കൊച്ചിന് കൊടുക്കുകയും വേണം, കൊച്ച് ഭയങ്കര ഇതാണ്, ഓറലി കഴിക്കത്തില്ല. അത് ഞാൻ ഫിംഗറിൻ്റെ ഉള്ളിലിട്ട് പുള്ളി രജിസ്റ്റർ പുള്ളി മീൻസ് ഹൗസ് സർജനല്ല, അതിൽ ഇച്ചിരി കൂടെ മൂത്തതാണ്. എന്നിട്ട് കോള് വിട്ടപ്പോൾ ഇങ്ങനെ വേണം കൊള്ളാം. കോള് വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ പേഷ്യൻ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിട്ടത്. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വരിക. അപ്പം എന്ത് ചോദിച്ചു, ഹൂ പുട്ട് ദിസ് ഐ വി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് പേടി പറയാനായിട്ട് തന്നെ മോഹൻ മനസ്സിലായി ഷൂട്ടിട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഫിംഗർ ലൈവിയോ? കുഞ്ഞി കൊച്ചാ, വെയിൻ കിട്ടൂല എങ്ങും. എന്നിട്ടാണോ ഫിംഗറിന് പുറകെ പോയത്? ഒരു സ്ഥലത്തും ഇല്ല, കാരണം കൊച്ചു കൊളാപ്സ് അല്ലേ, ഡീഹൈഡ്രേറ്റഡ് അല്ലേ, വെയിനൊന്നും കാണാനില്ലല്ലോ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ വിരലിൻ്റെ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു പിള്ളേർക്ക് ഇടുന്നത് കുഞ്ഞി സൂചിയും കൊണ്ടുള്ളതാണ്. അപ്പം പുള്ളി ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വരാൻ വൈകി. അത്രയും സമയം കൊണ്ട് പേഷ്യൻ്റ് ചിലപ്പം കൊളാപ്സ് ആയി പോകും, ഐ വി ഫ്ലൂയിഡ് കൊടുത്തില്ലെങ്കിലേ. അല്ലെങ്കിൽ നഴ്സസിന് ട്രെയിനിങ് ഇല്ലേ വിടാനൊക്കെ? ഉണ്ട്, കുഞ്ഞു പിള്ളേർക്ക് ഇടാനൊന്നും പെർമിഷൻ ഇല്ല. ഒരു സിദ്ധുണ്ടായിരുന്നല്ലോ സർജാർജി, എൻ്റെ പോലോ എന്തൊരു മോർക്കനായിരുന്നു. ഒറ്റ മനുഷ്യർക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ പാർപ്പിച്ചു പോയിരുന്നു, ചുമ്മിട്ട് ചാടിപ്പോയിരുന്നു. ദേഷ്യം വരുന്നു അങ്ങനെ കാണിക്കുമ്പോൾ. ഒരു സഹകരണം വേണ്ടേ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ. നമ്മുടെ ഇൻചാർജുകൾ നല്ലതാണെന്നുണ്ടല്ലോ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. അവർ ഫൈറ്റ് ചെയ്യുന്നു ഡോക്ടേഴ്സിന്. സിദ്ധുവൊക്കെ ചെന്ന് വെച്ച് പേഷ്യനോട് നേരിട്ട് ചോദിക്കായിരുന്നു, ഈ ചുമയൊക്കെ ഉള്ള പേഷ്യൻ്റ് ഉണ്ടല്ലോ, ഡിഫ്തീരിയൊക്കെ വന്നിട്ടുള്ള, സ്റ്റീം കൊടുക്കണം 3 നേരം. ഗരം ഹവ മില കിतना बार मिला? ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വരും. നമ്മൾ കൊടുക്കുന്നുണ്ടോ പ്രോപ്പർലി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ ഒത്തിരി സംസാരിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഈ കഴിഞ്ഞ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോഴേ റീയൂണിയനിൽ. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു, ആരുടെയും പേഴ്സണലായിട്ടുള്ള വിഷമങ്ങളെ പറ്റിയൊന്നും. കാരണം കുറച്ച് പേര് ഡിവോഴ്സ്ഡുണ്ട്, കുറച്ച് പേർക്ക് പിള്ളേരില്ല, കുറച്ച് പേരുടെ ഹസ്ബൻഡ് മരിച്ചു പോയവരുണ്ട്. അപ്പം ആരും അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അത് ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ ലീലാമ്മ 2 പേരുണ്ട്, ഗോറിയൊക്കെ ഉണ്ട്, ഡിവോഴ്സ്ഡ് ആയതാണ്, പക്ഷെ ബോംബെ തന്നെയൊക്കെ സെറ്റില്ല. അപ്പോൾ അവരും വരാൻ പഠിക്കുന്നുണ്ട്. അനിത ഗോപി വരാൻ പഠിച്ചത് അതുകൊണ്ടല്ലേ, അവളുടെ കൊച്ചിൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ച് ഭയങ്കര ഗംഭീരമായിട്ട് നടന്നു കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയിപ്പോയി. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. ആ അത് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർ പോയി അറ്റൻഡ് ചെയ്ത കല്യാണമില്ലേ, ആ പയ്യൻ അത്ര സഹകരണം ഇല്ലാത്ത ഒരു പയ്യനായിരുന്നു. ഇവക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മോളുള്ളതാണ് അശ്വതി. അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് ഏപ്രിൽ കല്യാണം വന്നു കാണുമായിരിക്കും, രണ്ടാമത് വേറൊരു പ്രപ്പോസൽ വന്നെന്നാണ് പറയുന്നത്. അവൾ ആ പെൺകൊച്ച് നല്ല മിടിക്കുക, ബോംബെ ജനിച്ചു വളർന്നതുമാണ്, MBA കഴിഞ്ഞതെങ്ങാണ്ട. അവൾക്ക് സ്വന്തമായിട്ട് മീൻസ് ദുബായിൽ ജോലിയുമുണ്ട്, അപ്പോൾ സ്റ്റാൻഡായിട്ട് നിൽക്കാനറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷീലയെ എന്നെ നിർബന്ധിക്കല്ലേടി, എന്നതാണ് സംഭവം, എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ ഭയങ്കര സങ്കടം. ഞാൻ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളുണ്ട്, നിനക്ക് പറ്റുവാണെങ്കിൽ നീ വാ, നിനക്ക് വിഷമമാണെങ്കിൽ നീ ഇപ്പം ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത് കാരണം അവൾ റീയൂണിയന് വന്നില്ല. എല്ലാവരും ചോദിക്കുമല്ലോ മക്കൾ എന്നാ എടുക്കണേന്നൊക്കെ, ഇങ്ങനെ ചോദിക്കത്തില്ലേ അന്നേരം. അപ്പം അന്നേരം അതൊരു വിഷമാവില്ല. കാരണം എന്ത് ഗംഭീരമായിട്ട് നടത്തിയൊരു കല്യാണം എന്നറിയാവോ, ഗുരുവായൂർ കൊണ്ടുപോയി. ഞങ്ങൾക്കൊക്കെ സാരി ഒരു ഗിഫ്റ്റ് തന്നു. ഞാനിതാ
കല്യാണം നടത്തിയില്ല. അത് കാരണം ഈ പ്രാവശ്യത്തെ കല്യാണം ചെറുതായിട്ടേ നടത്തുന്നുള്ളൂ എന്നും പറഞ്ഞ് ബോംബെ തന്നെ വെച്ചിട്ടാണ്, പ്രത്യേകിച്ച് ആരോടും പറയുന്നില്ല. ബോംബെ ചെന്നിട്ട് ലാലി വർക്കി അവിടെ ഉണ്ടായിരുന്നു, അവളെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. അവൾക്ക് ഈ എന്താ പറയുക, ഇയർ ബാലൻസിങ് പ്രോബ്ലം ഉള്ള കാരണം എപ്പോഴെങ്കിലും തലകറക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡെയ്സമ്മ എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവിടെ പോയി അവിടെ താമസിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവളന്ന് പോകുന്നില്ല, ഞാൻ വിളിക്കുമ്പോൾ കാണാം. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ലാലിയെ കാണാൻ പോകാം, ഞാൻ തന്നെ പോകുന്ന ലക്കിനെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നമുക്ക് ഓഫീസിൽ പോകാനില്ലല്ലോ. ഡെയ്സമ്മ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ലാലിയെ കാണാൻ പോയാൽ. പിന്നെ ഞാൻ പോകുന്ന ദിവസം വിളിച്ചു പറഞ്ഞു, ഡെയ്സമ്മ ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരാം, എന്നാലും നീ ഇവിടെ വരെ വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അവര് കേരളത്തിലേക്ക് വരാറില്ല, വല്ലപ്പോഴും വരുന്നത് ഓരോരുത്തരുടെ കല്യാണത്തിന് ആവശ്യമില്ല. ഈ അനിത നമ്മുടെ വീടിന് മുന്നിക്കിടിയല്ലേ അവള് കൂടെ ഹരിവങ്ങോട് പോകണം തട്ടാരമ്പലത്തേക്കൊക്കെ. ഇവിടെ എയർപോർട്ടിൽ അല്ലെങ്കിൽ ട്രെയിനിൽ എറണാകുളത്ത് വന്ന് ഇറങ്ങിയിട്ടൊക്കെ രണ്ടാമത് പിടിച്ചു പോവുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം നിനക്ക് എറണാകുളത്ത് ഇറങ്ങിക്കൂടെ, ഞാൻ വന്ന സ്റ്റേഷനിൽ നിന്ന് നിന്നെ കളക്ട് ചെയ്യാൻ. ഞങ്ങൾ റൂംമേറ്റ് ആയിരുന്നു നീ, അതല്ലേ? ഞാനും ജിജി മേനൊക്കെ റൂംമേറ്റ് ആയിരുന്നു. ഞാൻ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ജാം ഉണ്ടായിരുന്നു, ഞാൻ ബ്രെഡ് ചൂടാക്കിയതല്ലേ. ആ മുട്ട കളയാതെ ഇടയ്ക്കെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്ത് ഈസിയാണ്, പുതിയ ഇതാണ്, അത് സിമ്മിൽ വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴേ അവിടെ ഇപ്പുറത്ത് അവൻ്റെ അറിയില്ല. അതേ കണ്ടില്ല, ഇപ്പുറത്ത് ഓയിലിരിക്കുന്നു. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കൊടാണെങ്കിൽ എടുത്ത് വയ്ക്കാം. അതെ, മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അത് ആ ഓൾറെഡി കോയിൽ ചൂടല്ലേ ഇപ്പം. മുട്ടയായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അത് നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടിലിരുന്നായിക്കോളും. ലാസ്റ്റ് കുക്ക് ചെയ്യണവർ നമ്മൾ അയൺ ബോക്സ് ലാസ്റ്റ് ഇതാകുമ്പോൾ ഓഫ് ചെയ്യില്ലേ എന്ന് പറഞ്ഞു. അവസാനത്തെ ചൂടോടെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചൂട് എന്നിട്ട് ആ ചൂട് അതെ ആ ചൂടുള്ള ആ ഇതിൽ വെക്കരുത് പിന്നെ ആ പാൻ കേട്ടോ. അത് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ചൂട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പോയത്. കുക്കറിനകത്ത് ആ ചോറിൻ്റെ ചെറിയ പാടുകളുണ്ട്, പക്ഷേ അത് കുറേ പ്രാവശ്യം ഞാൻ തേച്ച് കഴുകി പോയിട്ടില്ല. ആ മറ്റേ ചോറ് വെച്ചില്ല, അത് മറ്റേ വയർ ചൂട്ട് ഇപ്പോഴേ എടുക്കണ്ട. എട്ടേമുക്കാല്. ഇനി ഇത് മാറി പെട്ടിയിലേക്ക് വയ്ക്കണം. വണ്ടിയിലായിരുന്നു എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. നോക്കട്ടെ ആ പെട്ടിയിലാണോ ഈ പെട്ടിയിലാണോ എന്ന് നോക്കണം. ഇങ്ങനത്തെ ഒരു ടിഷ്യൂ മുകളിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഇടാം. ഡ്യൂട്ടി ഫ്രീ അവിടെ കൊച്ചിയിൽ നിന്നാണെങ്കിലും മേടിക്കുവാണെങ്കിൽ ഏതാ കള്ള് നല്ലത്? ഒരു ബോട്ടിൽ അങ്ങനെ മേടിച്ചേക്കാം. ജെയിംസൺ എടുത്തോ? ജെയിംസൺ നല്ല വിലയല്ലേ? വില കുറഞ്ഞ വില കണ്ടോ? ഡ്യൂട്ടി ഫ്രീയിൽ മിക്കവാറും 2 in 1 ഒക്കെ കിട്ടും. ബൈ 2 get 1 ഫ്രീ പോലത്തെ കോംബോ. അത് ജേഡി ഒക്കെയാണ്. 33,500 രൂപയാണ്. പിന്നെ മമ്മി ഡ്യൂട്ടി ഫ്രീയിൽ പിന്നെ വില ഇല്ലാത്ത സാധനം കിട്ടും. കുറച്ചുകൂടെ കുറഞ്ഞത് ഏതായിരിക്കും നല്ലതെന്നുള്ളതാണ്. ഇതാണെങ്കിലും റെഡ് ലേബലിനായാലും കൂടുതലായിരിക്കും. ബ്ലാക്ക് ലേബൽ റെഡ് ലേബലൊക്കെ അല്ലേ? ജെഡിയേക്കാളും കൂടുതലാണ്. ആണല്ലേ? നോക്കാം. സാധനം എടുക്കുമ്പോൾ നല്ല കുടിക്കാൻ പറ്റുന്ന നല്ല സാധനം. എനിക്കല്ലല്ലോ, എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഇപ്പൊ കള്ള് കൊണ്ടുപോകണം നിർബന്ധം.
പുറത്തുനിന്ന് പോയിച്ച് ഡ്യൂട്ടി ഫ്രീയിൽ കിട്ടണതാണല്ലോ. അങ്ങനെ ഇറച്ചിപ്പൊന്ന് വാങ്ങാറുണ്ട്. അത് എവിടുന്ന് തോന്നുന്നുണ്ട്. അതാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായി. മമ്മി അവിടുത്തെ പിള്ളേരോട് ചോദിക്കും, അതിന് വിലയില്ല, അതെന്താ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള. അതെ ചോദിക്കാം. അവിടെ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. പിള്ളേരൊക്കെ മമ്മി ചെല്ലുമ്പോൾ 8 മണി സമയമല്ല, അടയ്ക്കത്തുണ്ടാവല്ലോ ലാൻഡിങ് ടൈം. ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് ഒരു ദിവസം ചേട്ടനോടും ജോലിയോടും കൂടെ വരാൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് രണ്ടുപേരും കൂടെ കഴിക്കും. അല്ലെങ്കിൽ ചേട്ടൻ കൊടുക്കും. ചേട്ടനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. എന്ത് ഇപ്പം എല്ലാം കൃത്യമായിട്ട് ചോദിക്കാൻ പറയും. അപ്പോൾ ഭയങ്കര സ്നേഹത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം ഒരാൾ വിളിച്ചാൽ ഓടിയെത്താൻ ഒരാൾ വേണ്ടേ മോനെ. അതിന് ചേട്ടനുണ്ട്. ജൂബി അത്ര ഓടിയെത്തൂല. ദൂരം കൂടുതലാണ്. മനസ്സിൻ്റെ ദൂരം. എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ചേച്ചി ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തുണ്ടാവും, വിളിച്ചേരെ അപ്പോഴത്തേക്കും ഞാൻ അങ്ങ് വന്നേക്കാം. 8 മണിയാകുമ്പോഴല്ലേ ചേച്ചി ചോദിച്ചു. അല്ലെങ്കിൽ ഞാൻ ശരിയാകും. അതത്രേ ഉള്ളൂ. വിയറ്റ്നാമിൽ പോകാൻ മുഴുവൻ ചെയ്തത് അവരാരും പറഞ്ഞില്ലല്ലോ. ലഗേജ് ഞാൻ നാട്ടിലേക്ക് ഒരു തവണയല്ലേ വന്നിട്ടുള്ളൂ. ഞാൻ ആലോചിക്കായിരുന്നു പ്ലെയിനിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വന്ന് ലഗേജ് ഏത് ഇതിലാ കൺവെയറിലോ എന്നെയൊന്ന് അനൗൺസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ നോക്കിയാൽ പറയും. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും അബുദാബിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റിൻ്റെ ലഗേജ് ഏതിലാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ലടാ എനിക്ക്. ഇപ്പം എക്സ്പീരിയൻസ് ആയില്ലേ കുറേ. കൂടെ വന്ന ആൾക്കാർ ഏതോ എങ്ങോട്ടാ പോണേന്ന് നോക്കിയാൽ പറയും. ഇനിയിപ്പോൾ ലഗേജ് ഇപ്പം ലാസ്റ്റ് കൊച്ചിയിലല്ലേ കളക്ട് ചെയ്യണേ. അതുകൊണ്ട് കുഴപ്പമില്ല. അഥവാ ഇടയ്ക്കെങ്ങാനും കളക്ട് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലും. ജെസിൻ പോയപ്പോഴും ജെസിനും പേടിയുണ്ടായിരുന്നു. പക്ഷേ ജെസിൻ്റെ ഡയറക്റ്റ് അവിടെ ചെന്ന് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് സമാധാനമായി. ജെസിനൊക്കെ പിന്നെ ഇച്ചിരി ലഗേജ് കൊണ്ടേ പോകത്തുള്ളൂ. ഒരു വർഷം തന്നെ എത്ര പ്രാവശ്യം എൻ്റെ പിന്നെ അവരുടെ ശമ്പളം മുഴുവനും ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഓരോ ആവശ്യങ്ങൾക്ക്. എന്നിട്ടും ഇതുപോലെ ആവശ്യങ്ങൾക്ക് വന്നിട്ടും എന്താ പ്രയോജനമുള്ളത്? ആ ഒരൊറ്റ ഇതിന് പോവില്ലേ. ഇല്ല പേര് കഴി വെച്ചിട്ട് 9 മണിയായി. അത് ഞാൻ തുടച്ച് വെച്ചേക്കും. ആ ടിഷ്യൂ കൊണ്ട് തന്നെ കഴുകിയില്ലേലും കുഴപ്പമില്ല. ഒന്ന് അരി കൊണ്ട് വേസ്റ്റ് ചെയ്യണം. നമുക്ക് വേഗം മുകളിലേക്ക് വരിക. ഞാൻ കുളിക്കണോ? പിന്നെ വിളിച്ചാൽ